നാഗ്പൂർ സംഘർഷത്തിന്റെ സൂത്രധാരൻ ഫാഹിം ഷമീം ഖാൻ അറസ്റ്റിൽ. ഇയാളാണ് വിദ്വേഷ പ്രസംഗത്തിലൂടെ അക്രമത്തിന് പ്രേരിപ്പിച്ചതെന്ന് എഫ്ഐആറിൽ പറയുന്നു. അക്രമികൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ ലൈംഗികമായി ഉപദ്രവിച്ചതായും എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഈ നാഗ്പൂർ സംഘർഷം വളരെ കൃത്യമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇതിലെ മുഖ്യ സൂത്രധാരൻ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. എന്തെല്ലാം വിവരങ്ങളാണ് എഫ്ഐആറിൽ പറയുന്നത്? ദിലിമ, നാഗ്പൂരിൽ സംഘർഷം ഉണ്ടായതിന് പിറകെ തന്നെ ഈ സമാധാന അന്തരീക്ഷം തകർത്ത തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ ശക്തമായ കർശനമായ നടപടി ഉണ്ടാകുമെന്ന കാര്യം മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും ഒപ്പം ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. അതിനനുസൃതമായിട്ടുള്ള കാര്യക്ഷമമായ അന്വേഷണം നാഗ്പൂരിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് മുൻപോട്ട് പോയി. ആദ്യം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചും പിന്നീട് ഈ സംഘർഷം നടന്ന പ്രദേശങ്ങളിലെ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടുമാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചത്. നിലവിൽ പോലീസ് നൽകുന്ന അല്ലെങ്കിൽ FIR പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് പോലീസ് നേരത്തെ നിഗമനം ഉന്നയിച്ചതുപോലെ തന്നെ അല്ലെങ്കിൽ പോലീസ് കണക്ക് കൂട്ടിയതുപോലെ തന്നെ നാഗ്പൂരിലുണ്ടായത് ഒരു യാദൃശ്ചികമായോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു സംഘർഷമല്ല. അത് വളരെ കൃത്യമായി ഗൂഢാലോചന നടത്തിയ ആസൂത്രണത്തോടെയാണ് നാഗ്പൂരിൽ ഒരു സംഘർഷം സൃഷ്ടിച്ചത് എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയും അതിന് ആസൂത്രണം ചെയ്തിട്ടുള്ള ഫഹീം ഷമീം ഖാനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പോലീസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് ഹിന്ദു സംഘടനകളുടെ പ്രതിഷേധത്തിൽ ഔറംഗസേബിന്റെ ശവകുടീരം പൊളിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു സംഘടനകൾ നടത്തിയ പ്രതിഷേധത്തിൽ ഖുർആൻ കത്തിച്ചു എന്ന വ്യാജ പ്രചാരണം നടത്തിയത് ഈ ഫഹീം ഖാനാണ്. ഇയാൾ ഇത്തരത്തിൽ വ്യാജ പ്രചാരണം നടത്തുകയും സംഘർഷം ഉണ്ടാകുന്നതിന് തൊട്ടു മുൻപ് ഇയാൾ സമീപത്തെ ആളുകളെ വിളിച്ചു ചേർത്തുകൊണ്ട് വിദ്വേഷ പ്രസംഗം നടത്തുകയും ചെയ്തു. ഇത്തരത്തിൽ ഖുർആൻ കത്തിച്ചതിനെതിരെ പ്രതികരിക്കണമെന്നും അതിനെതിരെ ശക്തമായ പ്രതികരണം നടത്തണം, ആയുധം കയ്യിലെടുക്കണമെന്ന വിദ്വേഷ പ്രസംഗം നടത്തിക്കൊണ്ടാണ് ഈ കലാപത്തിന് തുടക്കം കുറിച്ചതെന്നാണ് പോലീസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. നിലവിൽ അറസ്റ്റിലായിട്ടുള്ള ഇയാളെ കോടതിക്ക് മുൻപിൽ ഹാജരാക്കുകയും കോടതി ഈ മാസം 21 വരെ പോലീസ് കസ്റ്റഡിയിൽ വിടുകയും ചെയ്തിട്ടുണ്ട്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യും. ഗൂഢാലോചനയും ആസൂത്രണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇയാളിൽ നിന്ന് തേടും. ഒപ്പം ഗുരുതരമായ മറ്റു ചില കാര്യങ്ങൾ കൂടി FIRൽ ചൂണ്ടിക്കാട്ടിയത് ഈ സംഘർഷത്തിൽ ഉൾപ്പെട്ട അക്രമകാരികൾ നിലവിൽ ആ സമയത്ത് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ലൈംഗികമായി ഉപദ്രവിച്ചു. ഒപ്പം വീടുകൾക്ക് നേരെ അക്രമം നടത്തി, വീടുകൾക്കുള്ളിലേക്ക് കടന്നുകൊണ്ട് അക്രമം നടത്താൻ ശ്രമിച്ചു, വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ലൈംഗികപരമായി ഉപദ്രവിച്ചു തുടങ്ങി ഗുരുതരമായ കുറ്റങ്ങളും ഗുരുതരമായ വസ്തുതകളുമാണ് പോലീസ് FIRൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ മുഖ്യ സൂത്രധാരൻ ഉൾപ്പെടെ 65-ലധികം ആളുകളെ നാഗ്പൂർ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചും സംഘർഷബാധിത മേഖലയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടുമാണ് പോലീസിന്റെ അന്വേഷണം മുൻപോട്ട് പോകുന്നത്. ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാകാൻ തന്നെ കാരണം ഈ മുഖ്യ സൂത്രധാരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഹിന്ദു സംഘടനകൾ നടത്തിയിട്ടുള്ള പ്രതിഷേധം, അവിടെ മഹാരാഷ്ട്രയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ബജ്രംഗ് ദളും വിശ്വ ഹിന്ദു പരിഷത്തും ഉൾപ്പെടെ ഇപ്പോൾ നടത്തി വരുന്നത് ഭാരതീയ സംസ്കാരത്തിന് മേൽ അത്രമേൽ ക്ഷതമേൽപ്പിച്ച, സംസ്കാരത്തിനും ഹിന്ദു ക്ഷേത്രങ്ങൾക്കുമേൽ കടന്നാക്രമണം നടത്തിയിട്ടുള്ള മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ശവകുടീരം പൊളിച്ചു നീക്കണമെന്ന ആവശ്യം ഉയർത്തിക്കൊണ്ട് മഹാരാഷ്ട്രയിലുടനീളം പ്രതിഷേധ പരിപാടികൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി നാഗ്പൂരിൽ VHP നടത്തിയിട്ടുള്ള പ്രതിഷേധ പരിപാടിയിൽ ഖുർആൻ കത്തിച്ചു എന്ന വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടാണ് ഇസ്ലാമിക ശക്തികൾ, തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നാഗ്പൂരിന്റെ മണ്ണിൽ ഒരു കലാപത്തിന് ശ്രമിച്ചത്. പോലീസ് മണിക്കൂറുകൾ നീണ്ട ഇടപെടൽ നടത്തിക്കൊണ്ടാണ് ആ കലാപം അല്ലെങ്കിൽ അതൊരു വലിയ കലാപത്തിലേക്ക് നീങ്ങാതെ ആ സംഘർഷം അടിച്ചമർത്തുകയും ഇതുവരെ 65-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ നാഗ്പൂരിൽ സമാധാന അന്തരീക്ഷം തകർത്തവർക്കെതിരെയും തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കെതിരെയും കർശന നടപടി ഉണ്ടാകുമെന്നും, അതായത് ജിഷ്ണു, ഈ പോലീസ് സ്റ്റേഷൻ, ഈ ഗണേഷ്പേട്ട് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചത് ഒട്ടും ആകസ്മികമായല്ല, വളരെ കൃത്യമായൊരു ഗൂഢാലോചന ഇയാളുടെ നേതൃത്വത്തിൽ അവിടെ നടന്നിരുന്നു എന്നത് തന്നെയാണ് വളരെ കൃത്യമായ കാര്യം. ഈ FIRൽ പോലീസ് പറയുന്നതും അത് തന്നെയല്ലേ? 50ഉം 60ഉം പേരടങ്ങുന്ന ഒരു സംഘമാണ് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായത്. ആ സമയത്ത് വന്ന ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. ഈ വീടുകളിലേക്ക്, അതായത് ഭൂരിപക്ഷ സമുദായത്തിൽപ്പെടുന്ന ആളുകളുടെ വീടുകളിലേക്ക് കല്ലുകൾ വലിച്ചെറിയുന്ന ഒരു വലിയ ജനക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്ന ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ ഇതിൽ കൃത്യമായ ആസൂത്രണവും ഗൂഢാലോചനയും ഏത് കേന്ദ്രത്തിൽ നിന്നാണ് ഉണ്ടായത് എന്നത് വളരെ വ്യക്തമായി പോലീസിന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കാം, അല്ലേ?
നിലിമ, തീർച്ചയായും നാഗ്പൂരിൽ നടന്നിട്ടുള്ള സംഘർഷത്തിൽ കൃത്യമായ ആസൂത്രണവും ഗൂഢാലോചനയും നടന്നു. അതിൽ മുഖ്യ സൂത്രധാരൻ ഫഹീം ഷഹീം ഖാൻ ആണ് എന്നുള്ളത് പോലീസ് വ്യക്തമാക്കുന്നു. നിലിമ ചൂണ്ടിക്കാട്ടിയതുപോലെ പോലീസ് സ്റ്റേഷന് നേരെ, ഒപ്പം ഹിന്ദു ഭവനങ്ങൾക്ക് നേരെയും കടകൾക്ക് നേരെയും ആളുകൾക്ക് നേരെയും വ്യാപകമായ ഒരു അക്രമമാണ് അവിടെ അഴിച്ചുവിട്ടത്. അതിന് ഏറ്റവും പ്രധാനം, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മതവികാരം ഇളക്കി വിട്ടുകൊണ്ട് ഇപ്പോൾ പിടിയിലായിട്ടുള്ള ഫഹീം ഷഹീം ഖാൻ എന്നുള്ളത് മൈനോറിറ്റി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രാദേശിക നേതാവാണ്. ഈ നാഗ്പൂർ മേഖലയിൽ മൈനോറിറ്റി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രാദേശിക നേതാവാണ്. ഇയാൾ നടത്തിയൊരു വ്യാജ പ്രചരണം എന്നുള്ളത് ഹിന്ദു പ്രതിഷേധത്തിൽ ഖുറാൻ കത്തിച്ചു എന്ന വ്യാജ പ്രചരണം നടത്തുകയും അവിടെ ഈ സംഘർഷം ഉണ്ടാകുന്നതിന് തൊട്ടു മുൻപ് ഒരു വലിയ ആൾക്കൂട്ടത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ മതവിദ്വേഷം നിറഞ്ഞു നിൽക്കുന്ന ജനങ്ങളെ ആക്രമിക്കുന്നതിനും കലാപത്തിനും ആഹ്വാനം ചെയ്യുന്ന തീവ്രമായ വിദ്വേഷ പ്രസംഗം ഇയാൾ നടത്തുകയുണ്ടായി. കൃത്യമായ ഗൂഢാലോചന നടന്നു, ആളുകൾക്ക് ആയുധം എത്തിച്ച് നൽകി. അങ്ങനെയാണ് ഒരു വലിയ കലാപ അന്തരീക്ഷത്തിലേക്ക് നാഗ്പൂരിനെ കൊണ്ടുപോകാനുള്ള ശ്രമം നടന്നത്. അതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 30-ന് നാഗ്പൂർ സന്ദർശിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന അതേ സമയത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിന് നാഗ്പൂർ വേദിയാകാൻ, അല്ലെങ്കിൽ നാഗ്പൂരിൽ ഒരു വലിയ കലാപത്തിനുള്ള കോപ്പുകൂട്ടൽ നടന്നത്. സുരക്ഷാ സേനയുടെയും പോലീസിന്റെയും കാര്യക്ഷമമായ ഇടപെടൽ അന്ന് രാത്രി, തിങ്കളാഴ്ച രാത്രി മണിക്കൂറുകൾ എടുത്തുകൊണ്ടാണ് ഈ ഒരു കലാപം അടിച്ചമർത്താൻ പോലീസിന് സാധിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള ശ്രമത്തിനിടെ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കപ്പെട്ടു. ഒപ്പം വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ പോലും ലൈംഗികപരമായി ഉപദ്രവിക്കുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഗുരുതരമായ കുറ്റകൃത്യം, കലാപത്തിനുള്ള ആഹ്വാനം, കലാപത്തിനുള്ള ഗൂഢാലോചന നാഗ്പൂരിൽ നടന്നു. അതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗ്പൂരിലേക്ക് എത്തുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നയുടൻ, ഒപ്പം നാഗ്പൂരിൽ നമുക്കറിയാം RSSന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന മേഖല കൂടിയാണ്. ഇവിടെയാണ് ഇത്തരത്തിലൊരു വലിയ കലാപത്തിനുള്ള കോപ്പുകൂട്ടൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. യാദൃശ്ചികമായിട്ടുള്ള അക്രമം, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ എന്തെങ്കിലും സംഭവത്തിന്റെ പേരിലുണ്ടായ അതിക്രമം എന്നതിനപ്പുറത്തേക്ക് വളരെ കരുതിക്കൂട്ടിയുള്ള ഗൂഢാലോചനയോടുകൂടിയുള്ള സംഘർഷമാണ് നാഗ്പൂരിൽ നടന്നത്. അതിന്റെ മുഖ്യ സൂത്രധാരനെയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇയാളെ ഈ മാസം 21 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. 65-ലധികം ആളുകൾ ഇതിനോടകം പിടിയിലായിട്ടുണ്ട്. നീലിമ. ഓക്കെ ജിഷ്ണു, നാഗ്പൂർ സംഘർഷത്തിന്റെ സൂത്രധാരൻ ഫാഹിം ഷമീം ഖാൻ അറസ്റ്റിലായിരിക്കുന്നു. ഇയാളാണ് വിദ്വേഷ പ്രസംഗത്തിലൂടെ അക്രമത്തിന് പ്രേരിപ്പിച്ചതെന്ന് FIR-ൽ പറയുന്നു. വിശദമായ റിപ്പോർട്ടാണ് ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്നും പങ്കുവച്ചത്.